ഹായ് ഫ്രണ്ട്സിനോട് പോവാം. മമ്മി പറയാൻ എന്താടാ പറയുന്നത്? ആദ്യം മമ്മി 7 പേർക്ക് ഇഷ്ടപ്പെട്ടു. എടാ തെങ്ങിനടാ പ്ലീസ് മമ്മി പ്ലീസ് എന്ന് അവൾ കഴിച്ച് വെക്കായിരുന്നു. ആ ഹീറോയിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മമ്മി ഇല്ല നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായി. ശരി ഓക്കെ എന്ന് പറയാം. അങ്ങനെയായിട്ട് ഹീറോയിൻ മമ്മിയെ കോൾ ചെയ്ത് പറയായിരുന്നു. അങ്ങനെയായിട്ട് വീഡിയോസ് മമ്മി ഇവിടെ ഇന്ത്യക്ക് പോയിരുന്നു. ഹീറോയിൻ മമ്മി വീട്ടിൽ കണ്ടുപിടിച്ചു. വീഡിയോസ് മമ്മി ഡാഡി മമ്മിയുമായിട്ട് അവരുടെ സംസാരിച്ചു. അത് മാത്രമല്ല അവർക്ക് ഒരു അനിയത്തി ഉണ്ടായിരുന്നു. പേര് മിനിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് ഹിരമമ്മിട്ട് സംസാരിക്കായിരുന്നു. അവർ ഓർത്ത് പറയുന്നു അതെങ്ങനെ സെറ്റാവും, ശരിയാവില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഹിരമമ്മിയോട് അവർ പറയുന്നു. അതുമാത്രമല്ല കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. അതുമാത്രമല്ല അവർക്ക് പറഞ്ഞ ഹിരമമ്മിക്ക് പറഞ്ഞ് എന്ത് ചെയ്യുന്ന അറിയില്ലായിരുന്നു. അതുമാത്രം മമ്മി ഡാഡിയെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞിക്കിങ്ങ ഇവർ നല്ലതാ പറയുമായിരുന്നു. അതുമാത്രമല്ല ഫേമസ് ആണ്, ഇവരെക്കുറിച്ച് എനിക്കറിയും. അതുമാത്രം ഹീറോയിൻ്റെ അനിയനും പോയത് മമ്മി ഇവരെക്കുറിച്ച് എനിക്കറിയും എന്നെ പറഞ്ഞ് ഫുൾ ഡീറ്റെയിൽസ് കാര്യം പറയുന്നു. അവർക്ക് ഓക്കെ എന്ന് പറയുന്നു. വരോ ഇല്ല മമ്മി പറഞ്ഞേക്ക് ആ രാഹുൽ ചേട്ടൻ വന്ന് ഹീറോയിനെ ചേച്ചീനെ ടോർച്ചർ അവൻ വരുന്ന മുമ്പ് ഇവർക്ക് മാരേജ് ചെയ്ത് വെക്കാമെന്ന് പറയുന്നു. ശരി ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ മമ്മി ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് എൻഗേജ്മെൻറ്റ് അങ്ങനെ ഹീറോയെ കോൾ വന്നായിരുന്നു. ശരി മൂവി എന്ന് പറഞ്ഞ് ഹീറോ ഇന്ത്യക്ക് പോയായിരുന്നു. ഇന്ത്യ നോക്കുമ്പോൾ ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റ് നെക്സ്റ്റ് മാരേജ് വെക്കാമെന്ന് ശരിക്കായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എൻഗേജ്മെൻറ്റ് നടന്നായിരുന്നു. മാരേജ് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാമെന്ന് പറയുന്നത് നല്ല ഡേ വരുന്നു എന്ന് പറയുന്നത്. എൻഗേജ്മെൻറ്റ് ആയിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. പിന്നെ സമ്മർ അവിടെ നിന്ന് സെറ്റിലായിരുന്നു. അതായത് വലിയ വീടാണ്. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് ഡ്രസ്സ് റെഡിയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് ഈ ഫോട്ടോ കാണുന്ന മതി സാരി എടുത്ത് ഹീറോയും ഡാറ്റ് ഇരുന്നായിരുന്നു. വീട്ടിൽ സമ്മർ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഇന്ത്യൻ സൈസ് മാരേജ് നടന്നായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാ ചടങ്ങായിരുന്നു. ഇപ്പം നന്നായിട്ടായിരുന്നു. അങ്ങനെ ഹീറോ റൂമിൽ പോകുമ്പോൾ ഹീറോയ്ക്ക് തയ്ക്കാമായിരുന്നു. എങ്ങനെ 7 പേരെ കൂടി ഇരിക്കാമെന്ന് പറഞ്ഞ് റൂമിൽ പോയിരുന്നു. 7 പേർ ഹീറോയിൻ്റെ ഉള്ളിൽ ചേർന്ന് ഹീറോയ്ക്ക് പ്രപ്പോസ് 7 പേർ ഹീറോയ്ക്ക് പ്രപ്പോസ് ഹീറോയി ഷാക്കായിരുന്നു. ലവർ ഒക്കെ പ്രപ്പോസ് ചെയ്യുന്ന ഹീറോയി ഷാക്കായിരുന്നു. ലവ് യു എനിക്ക് ഇഷ്ടമാണ് എന്നെ പറഞ്ഞ് ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്ത് ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് അങ്ങനെ ഡേയ്സ് പോട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ കുടിക്കും എന്ന് പറയായിരുന്നു. കുറച്ച് നാൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് സംസാരം അറിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് എന്നെ പറഞ്ഞു ജിന്നു പറയായിരുന്നു. ശരി ഓക്കെ ആയിരുന്നു. ഇപ്പം ഹീറോ ഓടിയിരുന്ന ഇന്ത്യൻ സിറ്റിസൺ തന്നെയായിരുന്നു. പിന്നെ താടി ചേഞ്ച് ചെയ്യുന്നത് ടൈം വന്നിരുന്നു. താടി ചേഞ്ച് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും ചടങ്ങ് നന്നായിരുന്നു. പറഞ്ഞ ഹീറോയിൻ മമ്മി പറഞ്ഞ അതെ താടി പറഞ്ഞ അതാണ് ഹീറോ തമിഴാണ്. ഹീറോ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ് ഹീറോയ്ക്ക് മാരേജ് ആയത്. അതുമാത്രമല്ല തമിഴ്നാട്ടിൽ ആ ടോർച്ച് ചെയ്യുന്ന അവൻ വരുന്നു പറഞ്ഞിട്ടാണ് തമിഴ്നാട്ടിൽ ചെയ്തത്. തമിഴ്നാട്ടിൽ പറഞ്ഞ ഹീറോയുടെ മമ്മി പറഞ്ഞ തമിഴ്, അച്ഛൻ മലയാളിയാണ്. താഴെ ചെയ്തായിരുന്നു. ഇപ്പോൾ ഹീറോയി പറഞ്ഞ മമ്മി വരുന്നതിനോട് അങ്ങനെ കുറേയൊക്കെ വന്നായിരുന്നു. ഹീറോയി 7 പേർ നോക്കി മുറിക്കായിരുന്നു. 7 വെച്ചിരിക്കുകയായിരുന്നു. സോ ഓക്കെ നിനക്ക് ആ ജോലി ഇഷ്ടപ്പെട്ട ആ ജോലി ചെയ്തതെന്ന് പറയുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങി. ഹീറോയിന് അവർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അവർ 7 പേര് ഭയങ്കര ഇഷ്ടം തുടങ്ങി. ലൈഫ് സ്റ്റാർട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോ അഡ്മിറ്റായി. ഹീറോയിൻ ചെക്കിങ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഹോസ്പിറ്റലിലെ ഹീറോയിൻ നന്നായിട്ട് ക്യാരിങ് ചെയ്യാൻ തുടങ്ങി. നന്നായിട്ട് ക്യാരിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. 7 പേർക്ക് ഭയങ്കര ഹാപ്പിയാണ്. നന്നായിട്ട് ഹീറോയിനെ ക്യാരിങ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ കുറേ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് 7 ബോയ്സ് ബേബിയാണ്. ഹീറോയ്ക്ക് ഹാപ്പിയായിരുന്നു. ഇപ്പോൾ കുറേ ഡേയ്സ് പോകുമ്പോൾ ഹീറോയുടെ ബേബീസെല്ലാം വളർന്നതായി. ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയാണ്. ഹീറോ പറയുന്നത് അങ്ങനെ എല്ലാം ഫുഡ് കഴിക്കാൻ പറഞ്ഞേക്കടാ ഇത് കഴിക്കുക എന്ന് പറഞ്ഞു. അമ്മ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിരിക്കാൻ ഹീറോ ചിരിക്കുകയായിരുന്നു. അവർ ബിസിനസ് ആയിരുന്നു. മമ്മി എനിക്കൊരു സിസ്റ്റർ വേണം എന്ന് പറഞ്ഞ ഒരാൾ ടോർച്ച് ചെയ്യാൻ തന്നെ. ശരി അങ്ങനെയായിട്ട് ഡാഡി ഞങ്ങൾക്ക് ട്രിപ്പുണ്ട് ഡാഡി എന്ന് പറയായിരുന്നു. ശരി ഡാ ട്രിപ്പ് പോയിട്ട് വാ എന്ന് പറയുന്നു. ആ വീട്ടിൽ ബേബീസെല്ലാം ട്രിപ്പ് പോയായിരുന്നു. ഇപ്പം നൈറ്റായിരുന്നു. അത് രാവിലെയാണ് ട്രിപ്പ് പോയത്. അങ്ങനെയായിട്ട് ട്രിപ്പൊക്കെ അവർക്ക് മണം കൊടുത്തായിരുന്നു. ട്രിപ്പ് കോർഡിനേറ്റ് മാം പറഞ്ഞായിരുന്നു നിങ്ങൾ പണം തരുന്നതെന്ന് തന്നിട്ട് ഡാഡി എന്ന് പറഞ്ഞാൽ കൂടുതൽ പണം കൊടുത്തായിരുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് അവർ പോയിരുന്നു. ഹീറോ എന്തായാലും 7 പേര് എനിക്ക് ഇഷ്ടം ഇവിടെ വീണ്ടും ഹീറോയ്ക്ക് ക്ലോസ് ആകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് കൊടുപ്പാകാൻ തുടങ്ങിയായിരുന്നു. ആ ഡേയ്സ് തുടങ്ങി ഹീറോയ്ക്ക് ഒരു ഗേൾ ബേബി ജനിച്ചായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഗേൾ ബേബി ജനിച്ചായിരുന്നു. ഹീറോ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോ പറയുന്നു നമുക്ക് ഇന്ത്യക്ക് പോവാം എന്ന് പറയുന്നത്. ഹീറോയിൻ്റെ ബേബീസ്ക്ക് ഗേൾ ബേബിക്ക് പറഞ്ഞാൽ 3 വയസ്സായി. ഇനി ഇന്ത്യക്ക് വന്നത് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു അച്ഛൻ എങ്ങനെ ഉണ്ടോടി ആദ്യമായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട്സ്ക്ക് ഓൾഡ് മാരേജ് ആയിരുന്നു. അങ്ങനെയായിട്ട് അവരെല്ലാം
ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ പറയുന്നു അങ്ങനെയായിട്ട് പിന്നെ പറഞ്ഞു ആൻറ്റീനെ രാഹുൽ ഹീറോയിനെ കണ്ടായിരുന്നു. രാഹുൽ ഹീറോയ്ക്ക് മാരേജ് ആയ കാര്യം റൂമർ വന്നിച്ചു പോയി. അതുകൊണ്ട് അവൻ നമ്പിയൊന്നുമില്ല. ഹീറോയിൻ വെളിയിൽ വരുമ്പോൾ ഹാ നന്നായിട്ടുണ്ട് ഇവിടെ വന്നോ എന്ന് പറഞ്ഞ് അവൻ നോക്കുമായിരുന്നു. അങ്ങനെ താഴെ അതൊന്നും നോക്കില്ല, അവൾ മീർ മാത്രം നോക്കിയായിരുന്നു. അങ്ങനെയായിട്ട് എന്ന് പറയായിരുന്നു. ഹീറോയിൻ പറഞ്ഞ അങ്ങനായിട്ട് തൊപ്പിയൊന്നും വെച്ചില്ല, കാറിലിറങ്ങി തൊപ്പി വെച്ച് വീണതിന് തൊപ്പി ഇട്ട് രാഹുൽ പറയുന്നു ബേബി എന്ന് പറയാൻ ഹീറോയിൻ കുഴപ്പം തുടങ്ങിയായിരുന്നു. എനിക്ക് ഹീറോയിന് മുണ്ട് സംസാരിക്കാൻ നീ ഫേക്കായി പണ്ട് ആക്ടിങ് ഒന്നും ചെയ്യണ്ട എനിക്ക് വേറെ ചെയ്യുന്ന പറയാൻ ഭയങ്കര ഹീറോയിൻ്റെ ആവശ്യത്തിന് മമ്മി എന്ന് പറഞ്ഞ വോയിസ് ബേബി വാസു എന്ന് പറഞ്ഞാൽ എന്താടാ മമ്മീനെ വെക്കുന്നത് അങ്ങനെയായിട്ട് ഭയങ്കര ടെൻഷനാണ്. തല്ലുണ്ടാക്കാൻ തുടങ്ങി ഹീറോയിൻ. മമ്മി എന്ന് ഗേൾ വന്നത് എന്താ ബേബി വഴക്കുണ്ടാക്കുന്നത് ചങ്കൊക്കെ വോയിസ് കേട്ടോ ചങ്കൂലി വന്ന് അങ്ങനെ വെച്ചുണ്ടാക്കാൻ തുടങ്ങിയാണ്. എന്താടാ ഓടി വന്ന് അങ്ങോട്ട് നോക്കുകയാണ് എന്താ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. ബാക്കി 6 മെമ്പർ വെളിയിൽ വന്ന് നോക്കുമ്പോൾ ഷോക്കായിരുന്നു. എന്താ കേട്ടത് ബേബീസ് പറയുന്നത് മമ്മീനെ പുറകെ ടോർച്ച് ചെയ്യും, മമ്മീനെ കൈ പിടിക്കുക എന്ന് പറഞ്ഞിട്ടും ബേബീസിന് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ വീട്ടിൽ മെമ്പർ മെട്ടോ അതൊന്നും വീട്ടിൽ മെമ്പർ കണ്ടിട്ട് പേടിയായി അവൾക്ക്. എന്താടാ അവരെ വിഷയം പുറകെ എന്ന് പറഞ്ഞ് മേട്ടോ തുടങ്ങിയായിരുന്നു. അവൻ്റെ രാഹുൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയെ ഒന്ന് സമാധാനമാക്കി സോറി സാർ അത് പറഞ്ഞൊക്കെ ഇതിൻ്റെ വൈഫാണ് പറയുന്നത്. അങ്ങനെ ഭയങ്കര ഹാപ്പി ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമ്പനി വന്നിട്ട് ഫേമസ് തുടങ്ങി. ഹീറോയിൻ ഭയങ്കര ഹീറോയിൻ വേസ് വന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത മമ്മി പ്ലേസ് നന്നായിട്ടുണ്ടല്ലേ മമ്മി പറയുന്നത്. ഇന്ത്യ നന്നായിട്ടുണ്ട് മമ്മി. ഞാൻ ഒരു ഫോട്ടോസ് നോക്കാം. ഇപ്പോൾ ഒരു കൊറിയനാണുള്ളത്. ആദ്യം മമ്മി ഈ പ്ലേസ് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു മമ്മി എനിക്കാകുമ്പോൾ ഫങ്ഷൻ ആകുമ്പോൾ നമുക്ക് പോവാം എന്നാ പറയുന്നത്. ഹീറോയിൻ ചേച്ചി പറയാം ശരി ഓക്കെ പോവാടാ എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ അനിയന് പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഹീറോയിൻ്റെ അനിയനക്ക് മാരേജ് എല്ലാവരും ഇന്ത്യക്ക് വന്നായിരുന്നു. ഇപ്പോൾ ഹീറോയിൻ്റെ അനിയനക്ക് മാരേജാണ്. ഹീറോയിന് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് പോകാമെന്ന് ബേബി സോങ് അങ്ങനെ ചെയ്യായിരുന്നു. ഇപ്പോൾ ഹീറോയിൻ്റെ അനിയനക്ക് മാരേജ് എന്നിട്ട് നടന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. എല്ലാ ഫാമിലി ഫോട്ടോസ് എടുക്കായിരുന്നു. ഉയരി പറയുന്നു ചിത്തപ്പ എന്താ ചെയ്യുന്നേ ചിത്തമ്മ എന്ന് പറയുന്നു. ഹീറോയുടെ ബേബിൻ്റെ ഒരു കുഞ്ഞ് അങ്ങനെ ഫോട്ടോസ് എടുത്തായിരുന്നു. എല്ലാവരും ഫാമിലി ഫോട്ടോസ് എടുത്തായിരുന്നു. Happy ending stories. Bye bye.